السلام عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. بسم الله الرحمن الرحيم. കഴിഞ്ഞ ഖുർആൻ പഠന സീരീസിൽ സൂറത്തുൽ ബഖറയിൽ 59, 58, 59 ആയത്തുകളാണ് പറഞ്ഞത് അല്ലേ. ഇസ്രായേലിയർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അനുസ്മരിപ്പിക്കാൻ അള്ളാഹു അല്ലേ. 58-ാമത്തെ ആയത്ത് وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. ഇനിയും ഓർക്കുക, നാം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ കാണുന്ന ഈ പട്ടണത്തിൽ പ്രവേശിച്ചു കൊള്ളുവിൻ. അതിലെ ഉൽപ്പന്നങ്ങൾ സുഭിക്ഷമായി യഥേഷ്ടം ആഹരിച്ചു കൊള്ളുവിൻ. എന്നാൽ പ്രണാമം ചെയ്തുകൊണ്ടാവണം പട്ടണ കവാടം കടക്കുന്നത്. ഹിത്തോ ഹിത്തോ എന്നുരുവിട്ടുകൊണ്ടും. എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ നാം പൊറുത്തു തരുന്നതാകുന്നു. സുകൃതികൾക്കുള്ള ഔദാര്യം നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്തായത് 59-ാമത്തെ ആയത്ത്. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. പക്ഷെ അവരോട് പറഞ്ഞതിനെ അതിക്രമകാരികൾ മാറ്റിമറിച്ച് മറ്റൊന്നാക്കി കളഞ്ഞു. അതിക്രമകാരികളുടെ മീതെ നാം പിന്നിൽ നിന്നും ശിക്ഷ ഇറക്കി. അത് അവരുടെ പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളുടെ ഫലമായിരുന്നു. അവര് ഫിസ്ക് പാപങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്ക് ആകാശത്തിൽ നിന്ന് ശിക്ഷ ഇറങ്ങി ഇറക്കി. ഹിത്വ എന്ന് പറഞ്ഞിട്ട് പട്ടണത്തിൽ പ്രവേശിക്കാനാണ് അവർക്ക് അള്ളാഹു ഒരു ഭൂമിയേകി. ഇസ്രായേൽ അഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു അല്ലേ. അങ്ങനെ അവർക്കൊരു ഭൂമിയേകി. അവിടെ ഹിത്വ എന്ന് പറഞ്ഞിട്ട് വളരെ പശ്ചാത്താപ മനസ്സോടെ അള്ളാഹുവിന് വണങ്ങിക്കൊണ്ട് പ്രവേശിക്കാൻ പറഞ്ഞപ്പം അവര് ആ വാക്ക് മാറ്റിമറിച്ചു. അവർ ധിക്കാരപൂർവ്വം പ്രവർത്തിച്ചു. അത് കാരണം ഒരു ശിക്ഷ അവരെ പിടികൂടി. ഇനിയും വീണ്ടും അള്ളാഹു ചെയ്ത അനുഗ്രഹം പറയണം. وَإِذِ اسْتَسْقَىٰ مُوسَىٰ لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ 12 عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. وَإِذِ اسْتَسْقَىٰ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് വെള്ളം ചോദിച്ച സന്ദർഭം. മൂസ അലൈഹിസ്സലാം കുടിവെള്ളം ആവശ്യപ്പെട്ട സന്ദർഭം അള്ളാഹുവിനോട്. ഈ ഖൗമിഹി തന്റെ ജനതയ്ക്ക് വേണ്ടി. ഫഖുൽനാ അപ്പോൾ നാം പറഞ്ഞു. ഇദ്രിബ് വറബ അടിച്ചു. വറബ മുളാരി എന്താണ്? യദ്രിബു അംർ യദ്രിബ് വറബ യദ്രിബു യദ്രിബ് അല്ലേ. യദ്രിബ് അർത്ഥം എന്താ? നീ അടിക്കുക. ബി അസ്വാക. അസ്വാ മീൻസ് കല്ല. അപ്പം അസ കിട്ടണം അല്ലേ. വടി വേണോ? ബി അസ്വാക അൽ ഹജർ. അസ്വാക
താങ്കളുടെ വടി കൊണ്ട് അടിക്കുക. അൽ ഹജർ, ഹജറിന് ഹജർ എന്ന് പറഞ്ഞാൽ കല്ല്. കല്ല്, കല്ല്, പാറ അതിനൊക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പൊ പാറയിൽ അടിക്കാൻ പറഞ്ഞു മൂസാ അലൈഹി ഇസ്ലാമിനോട്. മൂസാ അലൈഹി ഇസ്ലാമിന്റെ വടി എന്ന് പറഞ്ഞാൽ സാധാരണ വടിയല്ല, ധാരാളം മൊയ്ജിസത്തുള്ള ഒരു വടിയാണ് അല്ലേ. പ്രത്യേകം ഒരു വടിയാണ് അള്ളാഹു നൽകിയ പ്രത്യേകം ഒരു വടിയാണത്. അപ്പൊ ആ വടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്ത് സാഹചര്യങ്ങളൊക്കെ ഫിറഔന്റെ സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അവരുടെ സിഹ്റ് കാരണം കുറെ അവരുടെ കയ്യിലുള്ള വടികൾ ഇതൊക്കെ ഇട്ടപ്പോൾ അത് പാമ്പായി തോന്നി. അങ്ങനെ അവരുടെ കൺകെട്ട് വിദ്യ നിമിത്തം അങ്ങനെ പാമ്പായി തോന്നിക്കപ്പെട്ടു അല്ലേ. അപ്പൊ മൂസാ അലൈഹി ഇസ്ലാമിനോട് തൻ്റെ വടി താഴെ ഇടാൻ പറഞ്ഞു. ആര് കൽപ്പിച്ചു? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ആ വടി താഴെ ഇട്ടപ്പം എന്ത് ചെയ്തു, അതൊരു പാമ്പായിട്ട് മറ്റുള്ള എല്ലാ സാഹചര്യങ്ങളുടെ പാമ്പുകളൊക്കെ അത് അകത്താക്കി അല്ലേ. അപ്പൊ ആ വടി മൂസാ അലൈഹി ഇസ്ലാമിന്റെ വടി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് അല്ലേ. മൂസാ അലൈഹി ഇസ്ലാമിനോട് ഈ വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞു ഇത് പാറയിൽ. അപ്പൊ പൊട്ടി, ഇവിടെ പൊട്ടി ഒഴുകി എന്നുള്ള അർത്ഥം കേട്ടോ. ഇൻഫജറ പൊട്ടി ഒഴുകി എന്നുള്ള അർത്ഥം. ഇത് എന്താണ് പൊട്ടി ഇറങ്ങിയത്? മിൻഹു ആ കല്ല് അല്ലെ ആ പാറയിൽ നിന്ന് പൊട്ടി ഒഴുകി എന്ത് 12 ഐന. 12 ഐന. ഐൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അരുവി, നീരുറവാന്നൊക്കെ അർത്ഥമുണ്ട്. വേറെ അർത്ഥമുണ്ട് എന്താ? കണ്ണ് അല്ലേ. ഐനാൻ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ അല്ലേ. അലം നജ്അൽ ലഹു ഐനൈൻ, നാം അവന് 2 കണ്ണുകൾ തന്നി കൊടുത്തില്ലേ. അല്ലാഹു പറയണം മനുഷ്യനെ. അങ്ങനെ ഒരു സൂറത്തിൽ പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇവിടെ എന്താണ് കണ്ണ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ അത് കണ്ണു അങ്ങനെ തന്നെയല്ലേ, പൊട്ടി ഒഴുകുന്ന സംഭവമല്ലേ കണ്ണെന്ന് അല്ലേ. ഐൻ. അപ്പൊ കണ്ണ് എന്നല്ല ഇവിടെ അർത്ഥം എന്താണ്? നീരുറവ. 12 നീരുറവകൾ ആ പാറയിൽ നിന്ന് പൊട്ടിയൊഴുകി. ഖദ് അലിമ. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, മാദിയാഫിലാണ് അല്ലേ. ഇൽമ അറിവ്. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശറബഹും. ഷറബ ശരിബ എന്ന് പറഞ്ഞാല് ഷറബല്ല, ശരിബ കുടിച്ചു അല്ലെ. മഷറബ് ഇസ്മുൽ മക്കാന് ആണ്. ഇത് മഷറബഹും എല്ലാ വിഭാഗം ആളുകൾക്കും അവരവരുടെ കുടിവെള്ളം കുടിക്കുന്ന സ്ഥാനം മനസ്സിലായി. അങ്ങനെ ഓരോരുത്തർക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരം പിന്നെ ഈ വടി കൊണ്ട് മൂസാ അലൈഹി സ്വലാം അടിച്ചപ്പോ പാറയിൽ നിന്ന് 12 നീരുറവകൾ ഉണ്ടായി. ആ 12 നീരുറവകൾ 12 വിഭാഗങ്ങൾക്കുള്ളതായിരുന്നു. അള്ളാഹു 12 വിഭാഗങ്ങൾക്കായിട്ട് നിശ്ചയിച്ചു കേട്ടോ. മൂസാ അലൈഹി സ്വലാം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പൊ 12 നീരുറവകൾ 12 വിഭാഗങ്ങൾക്കാണ്. ആരാ 12 വിഭാഗങ്ങള്? ഇസ്രായേലിയര് 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേൽ എന്നുള്ള പേര്, ഇസ്രായേലിയർ എന്നുള്ള പേര് അവർക്ക് ബനു ഇസ്രായേൽ എന്ന് അറിയപ്പെടാൻ കാരണം എന്താണ്? യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ഒരു മറ്റൊരു പേരാണെന്ത്? ഇസ്രായേൽ അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മക്കളായിരുന്നു ആര്? ഇസ്ഹാഖ് നബി, ഐസക്, ഇസ്ഹാഖ് നബി, ഇഷാഖ്. ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും. ഇസ്മായിലി പരമ്പരയിൽപ്പെട്ടവരാണ് അറബികൾ. അറബിയിലാണ് അന്ത്യപ്രവാചകനായ ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് അല്ലേ. ഇസ്ഹാഖ് നബിയുടെ ആ വംശത്തിൽ പിന്നെ ആരാണ്? യാക്കൂബ് നബി. യാക്കൂബ് നബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അതിനോട് ചേർത്താണ് ഇസ്രായേലിയർ എന്നറിയപ്പെടുന്നത് അല്ലേ. ആ യാക്കൂബ് നബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 12 മക്കൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു മകൻ, ചരിത്രപ്രസിദ്ധനായിട്ടുള്ള ഒരു നബിയായിട്ടുള്ള ഒരു മകൻ ആരാണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാം. സൂറ യൂസുഫ് അല്ലെ. ഒരു അഹ്സനുൽ ഖസസ് ഖുർആൻ വിശദമാക്കുന്ന കഥാകഥനം ഇത് സൂറത്ത് യൂസുഫിലുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാം അല്ലെ. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ ബുന്യാമീൻ അലൈഹി ഇസ്ലാം അല്ലെ. ബുന്യാമീൻ
ഇവരെ 2 പേരും ഒരു ഉമ്മക്കുള്ള മക്കളാണ്. വേറെ 10 പേര്, അങ്ങനെ 12 പേര്, 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങൾക്കായിട്ട് 12 നീരുറവകൾ മൂസാ അലൈഹി സ്വലാമിന്റെ കാലത്ത് കേട്ടാ. കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹ്. ഇത് കൂടാതെ അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയതിൽ നിന്ന് കുടിക്കാനും തിന്നാനും അള്ളാഹു പറയാണ്. എന്ത്? വലാ തഅ്സൂ ഫിൽ അർളി മുഫ്സിദീൻ. നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത്? ഇസ്രായേൽ സന്തതികൾക്ക് അവർക്ക് ഇസ്രായേലിയർക്ക് ഒരു സ്ക്വയർ രൂപത്തിലുള്ള ഒരു കല്ല് ഉണ്ടായിരുന്നു. തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നതാണ്. അങ്ങനെ മൂസാ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കല്ല് അടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് 12 നീരുറവകൾ പൊട്ടിയൊഴുകി. അതിൽ നിന്ന് ഓരോരുത്തർക്കും, ഓരോ വിഭാഗത്തിനും, ഓരോ ഗോത്രത്തിനും ഓരോ നീരുറവ നിശ്ചയിക്കപ്പെട്ടു. എന്നിട്ട് അവർ തമ്മിൽ പരസ്പരം ഇക്കാര്യത്തിൽ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, വഴക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ വിഭാഗത്തിനും ഓരോ ഗോത്രത്തിനും ഓരോ നീരുറവ നൽകപ്പെടുകയാണ് ഉണ്ടായത്. ശരിയല്ലേ? ഇത് സൂറത്തുൽ അറാഫിൽ ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫിൽ 160-ാമത്തെ ആയത്തിൽ وقطعناهم 12 أسباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون وقطعناهم 12 أسباطا أمما. അവരെ നാം പ്രത്യേകം 12 വിഭാഗങ്ങളായി വേർതിരിച്ചു. 12 വിഭാഗങ്ങളായിട്ട് വിഭജിച്ചു ഇസ്രായേലിയരെ. മൂസാ അലൈഹി ഇസ്ലാമിന് നാം വഹി നൽകി. മൂസാ അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ ജനത വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ എന്ത്? അപ്പം മൂസാ അലൈഹി ഇസ്ലാമിനോട് ജനത ഖൗമ് ആവശ്യപ്പെട്ടു വെള്ളം. അപ്പൊ മൂസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ മൂസാ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലിദ്രിബ് ബിഅസ്വാകൽ ഹജർ. ആ പാറയിൽ എന്ത്? താങ്കളുടെ വടി കൊണ്ട് അടിക്കുക. അപ്പൊ അതിൽ നിന്ന്, ആ പാറയിൽ നിന്ന് എന്തു പൊട്ടിയൊഴുകി? നീരുറവകൾ ഒഴുകി. എത്രണ്ണം? 12 നീരുറവകൾ പൊട്ടിയൊഴുകി. മറ്റേത് ഇൻഫജറ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് അല്ലേ? സൂറത്തുൽ ബഖറയിൽ എല്ലാവർക്കും അവരുടെ ഈ കുടിവെള്ളം എടുക്കുന്ന സ്ഥലം മനസ്സിലായി, അറിഞ്ഞു. അതുകൂടാതെ അവർക്ക് നാം മേഘം തണലിട്ട് കൊടുത്തു. ഇത് ഭൂമിയിൽ, മരുഭൂമിയിലൂടെ അവര് ചൂടേറിയ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച കാലത്ത് നാം അവർക്ക് എന്ത് നൽകിയിട്ടുണ്ടായിരുന്നു? മഴമേഘം കൊണ്ട് തണലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മന്നയും സെൽവയും പ്രത്യേക ഭക്ഷണം നാം അവർക്ക് ഇറക്കിക്കൊടുത്തു. നാം നൽകിയ നല്ലതായ ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്ന് അവരോട് പറഞ്ഞു. നാം അവരെ ആക്രമിച്ചിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവർ അവരുടെ സ്വന്തം നഫ്സുകളോടാണ് അക്രമം കാണിച്ചത്. അസ്സലാമു അലൈക്കും.